ഹസ്ബൻഡിനെ കുറിച്ച് എനിക്ക് സങ്കല്പങ്ങൾ? എനിക്കോ, ഞാൻ സത്യം പറഞ്ഞാൽ വളരെ അങ്ങനെ സ്വപ്നങ്ങളൊന്നും കാണാത്തൊരു ഇങ്ങനെ ഇപ്പം ഞാൻ സിനിമയിലേക്ക് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം വരുന്ന പോലെ വരട്ടെ, ഫെയ്ത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാം വരുന്ന പോലെ വരട്ടെ, വരുമ്പോൾ അങ്ങനെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ നല്ലൊരു വരനെ സ്വപ്നം കണ്ടിട്ട് അങ്ങനെ എല്ലാം കിട്ടുന്ന ആളെങ്കിൽ ഒരുപാട് നിരാശയും സങ്കടമൊക്കെ ആയിരിക്കില്ല. അപ്പോൾ ദൈവം തരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അവര് ചോദിച്ച ലവ് മാരേജ് ആയിരിക്കും അറേഞ്ച് മാരേജ് ആയിരിക്കും അങ്ങനെ അങ്ങനെയാണ്, ആ അർത്ഥത്തിലല്ലേ ചോദിച്ചത്. എങ്ങനെയായിരിക്കണം അതെനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ ഇതുവരെ ഞാനൊരു കുടുക്കിലും പെട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് അല്ല, ഞാൻ ഇത് ചോദിക്കട്ടെ, ലവ് എന്ന് പറയുന്ന ഒരു കുടുക്കാണെന്ന് ഇവിടെ പറഞ്ഞത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതങ്ങനെയാണെന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു അഫെയറിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് എന്നും ഇപ്പോൾ പഠിത്തത്തിലായാലും അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നവരായാലും എല്ലാത്തിലെയും ശ്രദ്ധ കുറച്ച് ഈ പ്രണയം കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ പോവോ? ഇല്ലേ, കൊണ്ടുപോയില്ലേ? എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ഭാര്യ അങ്ങനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അല്ല, വേറെ ഒന്നുമില്ല, ഫോൺ വിളിച്ചാൽ കിട്ടിയില്ല, അതിന് ചീത്ത വിളിക്കുക, മറ്റേത് അത് ഇത് ചെയ്യുക, എവിടെയായിരുന്നു അത് ഇത്, ഷൂട്ടിങ് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു ചിരിക്കാറുണ്ട്. എൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ ഞാൻ ആദ്യം എണിച്ച് കുറേ നേരം തൊഴുതുകൊണ്ട് നിന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ ഇരിക്കാൻ പറഞ്ഞാൽ വേണ്ട ഞാൻ നിന്നോളാം. അല്ല വേണ്ട ഞാൻ നിന്നോളാം. അപ്പം ഞങ്ങൾ ചെറിയ വല്ല സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യ പറയും, എത്ര നേരം എൻ്റെ മുമ്പിൽ തൊഴുതു. അതുപോലെ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ജയറാമേട്ടൻ ലോഹിദാസ് സാറിൻ്റെ അടുത്ത് പോയിട്ട് താടി എന്നൊക്കെ വിളിക്കുന്ന അതുപോലെ ചാൻസ് ചോദിച്ചു പോവുകയും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതില്ലാത്തൊരു സിനിമാക്കാരൻ ഞാനുള്ളതായിരിക്കും തോന്നുന്നത്. കാരണം എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളുടെ കഥകൾ ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്നുകിൽ മദ്രാസിൽ പോയിട്ട് ചാൻസ് ചോദിച്ച് കുറേ കാലം അവിടെ കിടന്ന് അവിടെ പല ഡയറക്ടർ വീട്ടിൽ കയറി ഇറങ്ങി അങ്ങനത്തെ കഥ പറയും. അല്ലെങ്കിൽ സിനിമ എവിടെയെങ്കിലും ചാൻസ് ചോദിച്ച് നടന്ന ദാരിദ്ര്യത്തിൻ്റെ എനിക്കിത് ഇങ്ങനത്തെ കഥകളേ പറയാനില്ല. ഞാൻ കലാഭവൻ്റെ മിമിക്സ് പരേഡുമായിട്ട് നടക്കുന്ന കാലഘട്ടത്തും എനിക്ക് ജോലിയുണ്ട്. ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അതിനു മുമ്പൊരു കെമിക്കൽ കമ്പനിയുടെ, അതിനുശേഷം ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. സാമാന്യ തിരക്കില്ലാത്ത നല്ല ശമ്പളവും നല്ല ഉദ്യോഗവും അതിൻ്റെ കൂട്ടത്തിലാണ് മിമിക്രി കലാഭവനിൽ പോകുന്നത്. അപ്പോൾ കലാഭവനിലുള്ളപ്പോൾ അതിനകത്തുള്ള എല്ലാവരും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. സൈനുദ്ദീൻ, അൻസാർ, സിദ്ദിഖ്, ലാല്, അവരെല്ലാവരും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അഭിനയിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കായിരുന്നു, ഒരു ചാൻസ് എനിക്കും മേടിച്ചേട്ടാ എന്ന് പറയും. അപ്പോൾ അവരൊക്കെ എന്നെ സ്ഥിരമായിട്ട് കളിയാക്കിക്കൊണ്ടിരുന്നത് എനിക്ക് കുറേ കാലത്തേക്ക് അത് മനസ്സിലാവില്ലായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ വാനിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ എന്ന് പറഞ്ഞ് കരയും. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ഇത് കരയും, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റഹ്മാൻ കൂടെയുള്ള എല്ലാവരും തന്നെ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചോ പറഞ്ഞു, എൻ്റെ കണ്ണ് വളരെ ചെറുത്, ഈ കണ്ണും കൊണ്ട് നീ എങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്? ഒരു സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരാളുടെ കണ്ണാണ് അട്രാക്റ്റീവായിട്ട് നോക്കേണ്ടത്. നിനക്ക് കണ്ണെന്ന് പറഞ്ഞ സാധനമില്ല, പിന്നെ നീ ജീവിതത്തിൽ എങ്ങനെ അഭിനയിക്കുക? അതാണ് എടാ ഒരു ചാൻസ് എനിക്ക് എന്ന് പറഞ്ഞൊക്കെ അറിയുന്നത്. അത് കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് KS പ്രസാദൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ അവർ കുറേ വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. വളരെ ഭാഗ്യവാന്മാരാണ് ഇപ്പോൾ ഉള്ളവർ. കാരണം ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് 100 രൂപയാണ് ഒരു ഇതിന് പോയി കഴിഞ്ഞാൽ. ഈ കാശിൻ്റെ കണക്കായിട്ട് പറയുന്നതല്ല. ഇന്നുള്ളവർക്ക് വിഷയദാരിദ്ര്യം ഇല്ലല്ലോ. രാവിലെ പേപ്പർ നോക്കുക, എന്താ പറ്റിയത്, മറ്റേ കരുണാകരൻ ഇന്നത് പറഞ്ഞു, ഇതിലേക്ക് പോകുന്നില്ല. വൈകുന്നേരത്തേക്ക് സബ്ജക്റ്റായില്ലേ, കരുണാകരനായിട്ടൊരാൾ, മറ്റേ മുരളിയായിട്ടൊരാൾ, മറ്റേതായിട്ട് വൈകുന്നേരം ആ ഗെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന ഒരു എപ്പിസോഡായി. പൈസ മേടിക്കാൻ പൗലിയുടെ പോവുക. അല്ലല്ല, മറ്റേത് നിർദോഷമായ ഫലിതങ്ങളായിരുന്നു സ്റ്റേജിൽ ചെയ്യുന്നത്. അത് ഞങ്ങൾ തന്നെ ഇരുന്ന് കുത്തിപ്പിടിച്ചുണ്ടാക്കണേ. അങ്ങനെ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ഒരു 4th സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡൊക്കെ തൊട്ട് തന്നെ മിമിക്രി, മോണോ ആക്ട്, ടാബ്ലോ, ഈ ഏകാംഗ നാടകം, അത് എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുമായിരുന്നു, പ്രൈസ് മേടിക്കുമായിരുന്നു. പിന്നെ ഒരു കോളേജ് ലെവലിൽ വന്നപ്പോഴാണ് ഈ ക്ലാസ്സിലിങ്ങനെ പലതരത്തിൽ ഒരുപാട് പേരെ പോലെ സംസാരിക്കും. അപ്പോൾ ഈ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് മിക്സഡ് കോളേജിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളോടൊക്കെ ചെന്നിട്ട് എന്താ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ദേടി പ്രേംനസീർ അതുപോലെ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഹീറോ ആവല്ലോ. കാളിദാസനൊക്കെ മിമിക്രിയൊക്കെ പഠിപ്പിക്കാൻ നോക്കാറുണ്ട്. മിമിക്രി പഠിപ്പിക്കാൻ പറ്റുന്നതല്ല, ഞാൻ തന്നെ വിചാരിച്ചത്. ഞാൻ കലാഭവനിലുള്ള സമയത്ത് മിമിക്രി ക്ലാസ് തുടങ്ങി. ഈ ഇൻസ്ട്രുമെൻസ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ മിമിക്രി ക്ലാസ് കുറേ കുട്ടികൾ വന്നു. ഇപ്പോഴും സിദ്ദിഖ് ലാലിനോടൊക്കെ ചോദിച്ചാൽ അവർ മുഴുവൻ എല്ലാ ക്ലാസ്സിലും എന്നിട്ട് പഠിപ്പിക്കാനായിട്ടൊരു ട്യൂട്ടർ ഒരാളെടുത്തി
ആ ഊ ഇങ്ങനെയാണ് എല്ലാ കുട്ടികളും അതിന് എഴുതിയെടുത്തുള്ളൂ കൂ എന്ത് എഴുതിയെടുക്കാനത്, എങ്ങനെ പഠിക്കാനത്? എത്രമാത്രം ജയറാമേട്ടൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ സഹായിച്ചു? മിമിക്രി സഹായിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം ആകെ ഉള്ളത് ഒരു സഭാകമ്പം മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ ഈസിനെസ് കിട്ടിയിട്ടുണ്ട് മൈക്കുമായിട്ടുള്ളത്. സമൃദ്ധയ്ക്ക് അതുപോലെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഭയങ്കര പേടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? സത്യം പറഞ്ഞാൽ ആദ്യ സിനിമ അഭിനയിക്കുമ്പോൾ ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. കാരണം സിനിമയുടെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയാതെ അഭിനയിക്കാൻ വിളിച്ചു പോയി, അത്രേ അറിയുള്ളൂ. ഡയറക്ടർ പറഞ്ഞത് അതുപോലെ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് സഹായമായിട്ട് തോന്നി. പെട്ടെന്ന് ഈ എക്സ്പ്രഷൻസൊക്കെ ചേഞ്ച് ഓവറൊക്കെ വരുമ്പം പ്രശ്നമില്ലാതെ തോന്നി. അങ്ങനെ ഈസി ആയിട്ട് ചെയ്തു. പക്ഷേ ഇന്ന് ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ചെയ്ത സിനിമേനേക്കാളും ഒരുപാട് ടെൻഷനാണ്. കാരണം അന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ പുതിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും വിടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. യാദൃശ്ചികമായിട്ടാണ് സമൃദ്ധ അങ്ങനെ മൂവിയിൽ വന്നു. ഇപ്പോൾ ആ ഒരു ഫ്ലോയിലേക്കായി. അങ്ങനെ കരിയർ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അത് എല്ലാവരും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാണോ വേണ്ടത്? അത് 100% പ്രാവർത്തികമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇന്നതാവണം എന്ന് ആഗ്രഹിക്കും. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇതുപോലെ അവർക്ക് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻട്രൻസ് എഴുതി കിട്ടിയില്ല. എന്നിട്ടിപ്പോൾ അവർ വേറെ ലൈനിലേക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഫിലിം ലൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാലും ഞാൻ പറഞ്ഞത് അതൊക്കെ തലയിലെഴുത്ത് പോലെ വരുള്ളൂ. പഠിത്തത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ ഏത് ലൈനിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് താല്പര്യമാണെങ്കിൽ ഇപ്പോഴേ മുതൽ നമ്മൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ട്രൈ ചെയ്യണം. അവർ പോയി അല്ലെങ്കിൽ IIT വിടണം, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ശരിയാവുന്നു. ഇപ്പോൾ പല വീടുകളിൽ ചെല്ലുമ്പോഴും ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ളത് ചില ആളുകൾ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, മൂത്താളിപ്പോൾ അമേരിക്കയിലാണ്, രണ്ടാമത്തവനിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് IIT അവിടെ ജോലി ചെയ്യുന്നു, മൂന്നാമത്തെ ഒരുത്തരുണ്ട് അവനാണ് എൻ്റെ ദൈവമേ തലവേദന, അവൻ ഇങ്ങനെ തെക്ക് വടക്ക് ഒരു പണിയില്ല നടക്കുകയാണ്, വെറുതെ ചീറ്റ് കളിച്ച്. അവനെ നിങ്ങളുടെ സിനിമയിലേക്ക് വല്ലതും എടുത്തൂടെ? അങ്ങനെ ചോദിക്കുക. ജയറാമേട്ട ഞങ്ങളിൽ ഒരാളുടെ അടുത്ത് പ്രേംനസീറിനെ പോലെ റൊമാൻറ്റിക് ആയിട്ടൊന്നും റൊമാൻറ്റിക് ആയിട്ടുള്ള പ്രേം റൊമാൻറ്റിക് നസീർ സാറിൻ്റെ 2-3 കാലഘട്ടങ്ങളിലുള്ള ശബ്ദങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കാണിക്കുക. പഴയ പ്രേം നസീറൊക്കെ പണ്ടത്തെ സിനിമയിലൊക്കെ ഉള്ളപ്പോൾ സംസാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. എന്താ അമ്മാവ സുഖമാണോ ഇങ്ങനെ കാണിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കും. വളരെ ഒരു ലൈറ്റർ വോയിസ് ആയിരുന്നു. അമ്മാവ ഒരു കാര്യം അറിഞ്ഞോളൂ, സുധ ഗർഭിണിയല്ല, ഓടിക്കോ എന്നൊക്കെ പറയാം, അങ്ങനെ പറയില്ലേ. പിന്നീട് കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് നസീർ സാർ ഒരു പുതിയ ജനറേഷനൊക്കെ വന്ന പിറക് അച്ഛനായിട്ടും അങ്ങനെയൊക്കെ ഒരു വേഷങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്ത് വളരെ ഇരുത്തം വന്നിട്ടുള്ളൊരു ശബ്ദമായിരുന്നു നസീർ സാർ. ചില വിഗും അത് ഇത് കണ്ടില്ലേ, അങ്ങനത്തെ വേഷങ്ങളൊക്കെ അതിലൊക്കെ ഈ ശബ്ദമായിരുന്നു. ബാല, എൻ്റെ പെങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? ബാല, ദൈവം നിന്നോട് പൊറുത്താലും ഞാൻ നിന്നോട് പൊറുക്കില്ലടാ ബാല. സമൃദ്ധ നന്നായിട്ട് പാട്ട് പാടും. ഒരു 2 വരി. സമൃദ്ധ ചേച്ചിയുടെ കുടുക്കുമ്പോ പാട്ട് പാടി കൊടുക്കാം. സമൃദ്ധ ചേച്ചിയുടെ ഈ വർഷത്തെ വിഷു വീട്ടിലായിരിക്കുമോ? അതെ, ഈ വർഷം ഷൂട്ടിംഗ് സെറ്റ് ഒന്നുമില്ല. ഇല്ല, ഞാൻ എന്തോ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. ഈ 3 വർഷം എനിക്ക് വിഷുവിന് വീട്ടിൽ കൂടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വീട്ടിൽ തന്നെയാണ്, ഷൂട്ടിംഗ് ഒന്നുമില്ല. സമൃദ്ധയാണോ വന്നപ്പോൾ ചോദിച്ചെന്ന് പറഞ്ഞു? നിങ്ങളുടെ മൊബൈൽ തരിപ്പില്ല? അയ്യോ, ഞാനല്ല. മോശമൊന്നും ചേരാൻ വേണ്ട. മോശം എന്നല്ല പറഞ്ഞത്. ഓരോ ഭാഷകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
സമൃദ്ധ പറഞ്ഞു ഇവര് ആരോ പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, ചുമ്മാ പറയാം. മറ്റേ മൊബൈൽ വൈബ്രേറ്ററിൽ ഇട്ടിരിക്കുകയാണോ എന്ന് സമൃദ്ധയുടെ മൊബൈൽ കിട്ടുന്നില്ല, അത് വേറെ ആരോ ചോദിച്ചേന്. നിങ്ങളുടെ മൊബൈൽ എന്താ തരിക്കില്ല? ഞാനല്ല പറഞ്ഞത്. ജയറാമേട്ടൻ നടൻ എന്നുള്ളതിൽ നിന്ന് വിട്ട് ഒരു പ്രേക്ഷകനായിട്ട് ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജയറാമേട്ടൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളതാണ്, സെൽഫ് അസസ്മെൻറ്റ് എവിടെയായിരിക്കും എന്നുള്ളതാണ്. ഞാനങ്ങനെ പല പ്രാവശ്യം വിലയിരുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ഒരു 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 എക്സ്ട്രാ ഓർഡിനറി ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലതും എനിക്ക് ആ ഒരു ബിഹേവ് ചെയ്യാന്ന് പറയില്ലേ, എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എന്നെ തേടി വന്നിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. 1 or 2 അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ല, അല്ലാതെ എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ അപ്പോഴേ വിട്ടുകളി. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സില്ലേ ഒരുപാട്, ഇത് നമ്മുടെ അടുത്തുള്ള അങ്ങനെ തോന്നുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. സൂപ്പർ നാച്ചുറൽ അങ്ങനത്തെ ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോഴും ആ ഹംബിൾനെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സിനിമാ നടൻ്റെ ജാടകളൊന്നും ഇല്ലാതെ ഇപ്പോഴും അങ്ങനെയല്ല, നമ്മുടെ ക്യാരക്ടറും അതിനെ അനുസരിച്ചിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സിനിമയിൽ ചെയ്യുന്ന ഇതും സ്വന്തം ക്യാരക്ടറും തമ്മിൽ വളരെ അധികം അടുപ്പം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കൂടുതലും ഹോംലി ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്ടവും അതിലൊരു ചെറിയ ഭാഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ജയറാമേട്ട പുതുമുഖ സംവിധായകരെ കുറിച്ച് എന്താണ്? എല്ലാം വന്നിട്ടുള്ളവരെല്ലാവരും വളരെ കഴിവുള്ളവരാണ് മലയാളത്തിൽ. പക്ഷേ വരുന്ന ഒരു അളവ് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ സൈഡിലും. തമിഴിലൊക്കെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ പുതിയത് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഈ തമിഴിലെ ഓരോ കമ്പനികളാണ്. ഇപ്പോൾ സൂപ്പർ ഗുഡ് അല്ലെങ്കിൽ മറ്റേത് അങ്ങനത്തെ ആ കമ്പനികളിലേക്ക് ഒരു കഥ പറയാൻ പോകുന്നത് തന്നെ ട്രോളി, മൂവ്മെൻറ്റ്, ക്രെയിൻ, അത് ഇത് വിഷ്വൽ വെച്ചിട്ടാണ് കഥ പറയുന്നത്. ഞെട്ടിപ്പോകും നമ്മൾ പിള്ളേർ കഥ പറയുന്നതായിട്ട്. ഇപ്പം ഞാൻ ഈ സിനിമ കഴിഞ്ഞാൽ ഒരു തമിഴ് പടത്തിനാണ്, റഷ്യയിലാണ് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ ആ പടത്തിൻ്റെയൊക്കെ കഥ ഡയറക്ടർ വന്ന് പറയുന്നത് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകും അതിൻ്റെ ടെക്നിക്കൽ സൈഡ്. ഇപ്പം പ്രത്യേകിച്ചും പത്മരാജൻ സാറെ പോലെയോ ഭരതൻ സാറെ പോലെയോ ഒക്കെ ഉള്ള ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ കാണുമ്പോൾ അങ്ങനെയൊന്നുമുള്ള ക്യാരക്ടേഴ്സ് നമുക്കിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഇപ്പം കഴിവുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല, നമ്മൾ തേടി വരുന്ന ക്യാരക്ടേഴ്സ് നമ്മളെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന മാതിരത്തെ ക്യാരക്ടേഴ്സ്. ഭരതേട്ടനൊക്കെ ബേസിക്കലി ഭരതേട്ടൻ പെയിൻ്ററായിരുന്നു. ഭരതേട്ടൻ ആർട്ട് ഡയറക്ടറായിരുന്നു. ഓരോ ഷോട്ടും എന്തൊരു ഭംഗി, അതായത് കൈ വെച്ചിങ്ങനെ നോക്കും. ഹീറോയിൻസിന് ഇത്ര ഭംഗിയായിട്ട് വേറെ സിനിമയിൽ കാണാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഭാര്യയെ തന്നെ പൂവേണം മിന്നാമിനിങ്ങനെ നുറുങ്ങു കേട്ടോ, നല്ല ഭംഗിയല്ലേ അതിൽ കാണാൻ. ഏറ്റവും ഭംഗി എനിക്ക് ഞാൻ എപ്പോഴും പറയണ്ട ശ്രീയാ പടത്തിൽ. അതേപോലെ തന്നെ ശോഭന കുടമുറി കല്യാണം ചിലമ്പ്, അതൊക്കെ ഭരതേട്ടൻ ഹീറോയിൻസിനെ വെറും ഒരു പൊട്ടായിരിക്കും തൊടിയിക്കുക. ഭയങ്കര ഭംഗിയായിരിക്കും അവരുടെ ഏത് ആംഗിൾ വെച്ചാൽ ഭംഗി. അവർക്ക് അങ്ങനെ നല്ല കലാകാരന്മാരായിരുന്നു അവരെ. എല്ലാ ആഘോഷങ്ങളും മലയാളികൾക്ക് വരുന്ന പുതിയ തലമുറയ്ക്കും ആഘോഷിക്കാൻ പറ്റട്ടെ അല്ലേ, ഏറ്റവും ഇതേപോലെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ, ബന്ധങ്ങൾ അകന്നു പോകാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷമായിട്ടിരിക്കാൻ, ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഇങ്ങനത്തെ ആഘോഷങ്ങൾ ഇനിയും ഒരുപാട് കാലം നീണ്ടു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാം. ഇത്രയും സമയം കളഞ്ഞ് ഞങ്ങളുടെ ഈ ബോറടി കേട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്നിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹം നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. സമൃദ്ധയ്ക്കും ഞങ്ങളെ സഹിച്ചതിന് ജയറാമേട്ടനും നല്ല ഒരുപാട് സിനിമകൾ ചെയ്ത് കുടുക്കിലൊക്കെ പെട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സോ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ.